Good morning, all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ശ്രീജിത്ത് സാറാണ്. സാറ് സൈക്കോളജിസ്റ്റ് ആണ്. ഒരു കൗൺസിലിംഗ് സെന്റർ നടത്തി വരുന്നു. സാറിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോറി. സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് അലോ ചെയ്യാമോ? സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാം സാർ. ഓക്കെ. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? യെസ്, കാണുന്നുണ്ട്. ഓക്കെ. താങ്ക് യു. ഇവിടെ ഇന്ന് രാവിലെ ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും നന്ദിയും. എന്നും രാവിലെ തന്നെ നമ്മുടെ മൈൻഡിനെ കുറച്ചും കൂടി ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ്. അതെ, അതിൽ എന്തോരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് സാധാരണ ജോയിൻ ചെയ്യാൻ പറ്റാറില്ല, പക്ഷെ ഞാൻ റെക്കോർഡിങ്സ് കാണാറുണ്ട് മിക്കതും. അപ്പോ എത്രയോ ഇപ്പോ ഇത് എത്രാമത്തെ എപ്പിസോഡാണ് അല്ലേ? എനിക്ക് തോന്നുന്നു 1000 കവർന്നൊന്നും എനിക്ക് ഉറപ്പില്ല. ബട്ട് അത്രത്തോളം ദിവസങ്ങളായി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇതിൽ 2 തവണ ക്ലാസ് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ സെഷനിൽ ഞാൻ ഇമോഷൻസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. 2ാമത്തെ സെഷനിൽ ഞാൻ ഹാപ്പിനെസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 3ാമത്തെ സെഷനിൽ അതിൻ്റെ ഏറ്റവും ഓപ്പോസിറ്റ് എന്തായ സഫറിങ്ങിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സഫറിങ്, അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓവർ തിങ്കിങ്, അമിതമായ ചിന്തകൾ അല്ലെ? പലർക്കും ഒരു പ്രോബ്ലം ആണത്, അമിതമായി ചിന്തിക്കും. നമുക്ക് അതിനുള്ള സമയവും അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ എന്താ പറ്റാറ്, സാധാരണ അമിതമായി ചിന്തിക്കുന്നത് തിരിച്ചറിയും. കാരണം നമുക്ക് അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ട്, പല പ്രാക്ടീസിലൂടെ നമുക്ക് അവയർനെസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ടെൻഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എങ്ങനെ ഇതിൽ ബ്രേക്ക് എടുക്കാം, അതിന് വേണ്ട ഒരു ചെറിയൊരു ഫ്രെയിം വർക്ക്, അതാണ് ഞാൻ ഇന്ന് ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ അതേ ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. പഴയ ഒരു കഥയാണ്, ഒരു സെൻ പാരബിൾ. അതായത് ഒരിക്കൽ ഒരു സാമുറായി, ഒരു യോദ്ധാവ് ഒരു സെൻ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നു. സെൻ ഗുരു അവിടെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഈ യോദ്ധാവ് അവിടെ പോയിട്ട് ആ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, എനിക്ക് സ്വർഗവും നരകവും എന്താണെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ ഗുരു കണ്ണ് തുറന്ന് ആ യോദ്ധാവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ പോലെ ഒരു തുച്ഛ മനുഷ്യന് ഞാൻ ഇതൊക്കെ എന്തിനു പറഞ്ഞു തരണം? നീ എന്റെ കൺമുമ്പിൽ നിന്ന് കടന്നു പോയി, നിന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാന്ന് പറഞ്ഞിട്ട് ആളെ ഇൻസൾട്ട് ചെയ്തു. ഇത് കേട്ടപ്പോ ആ യോദ്ധാവിന് വിഷമം വന്നു. ആ വിഷമം ദേഷ്യമായി കലികേറി ആ ഗുരുവിനെ കൊല്ലാൻ വേണ്ടി തന്നെ ആളുടെ വാള് പുറത്തേക്ക് എടുത്തു. ആ പുറത്തേക്ക് എടുത്ത നിമിഷം തന്നെ ആ ഗുരു ആ യോദ്ധാവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതാണ് നരകം. ആ യുദ്ധാവിന് ആ ഒരു നിമിഷം ഉണ്ടായ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ആ കണ്ണിലേക്ക് നോക്കി പറഞ്ഞപ്പോ ഇതാണ് നരകം. അതായത് ഒരു നിമിഷം കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വിഷമം വന്ന് ആ വിഷമം ദേഷ്യമായി മാറി ആ ഗുരുവിനെ കൊല്ലാൻ വരെ ഉണ്ടായ ഒരു പ്രവണത, അതാണ് നരകം എന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ യോദ്ധാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ യോദ്ധാവ് ആ വാള് ആ ഗുരുവിന്റെ കാൽക്കെ വെച്ച് കാല് നമിച്ചു. എന്നിട്ട് നന്ദിയോടെ ആ ഗുരുവിനെ തൊഴുതു നിന്നു. അപ്പോ ആ ഗുരു ആ യോദ്ധാവിനോട് ഒരു ചെറുപുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ഇതാണ് സ്വർഗം. അതായത് നമ്മുടെ ഈ കഥയിലെ കോണ്ടെക്സ്റ്റില്, നമ്മുടെ ഈ ടോപ്പിക്കിന്റെ കോണ്ടെക്സ്റ്റില്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്വർഗവും നരകം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ഉള്ളിലാണ്, നമ്മൾ അനുഭവിക്കുന്നതാണ് ഓരോ നിമിഷവും. അല്ലെ? നമുക്ക് നമ്മൾ ഹാപ്പിയായ തോട്ട്സ് ഉണ്ട്, ശാന്തി ഉണ്ട്, സമാധാനം ഉണ്ട്. അപ്പൊ അവിടം സ്വർഗമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യമുണ്ട്, വിഷമുണ്ട്, കുറ്റബോധമുണ്ട്, ഗിൽട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇമോഷണൽ ഇതിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് നരകാണ്. അല്ലെ? അപ്പൊ എന്താണ് ഇത്? നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാം? അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നത് കേട്ടോ. ഞാൻ ഒറിജിനൽ സ്വർഗം നരകം അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ, ഇപ്പോഴത്തെ ലൈഫിൽ, ഇന്നത്തെ പ്രസന്റ് മൊമെന്റിൽ എന്താണോ നമ്മുടെ അവസ്ഥ, അതാണ് നമ്മുടെ സ്വർഗം, അതാണ് നമ്മുടെ നരകം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഹലോ. കേൾക്കാം. ആ, ഓക്കെ. പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ 2 അമ്പുകളാണ് നമ്മുടെ നെഞ്ചിൽ തറയ്ക്കുന്നത്. അതായത് ആദ്യത്തെ അമ്പ് എന്ന് പറയുന്നത് പെയിൻ. അത് വേദനയാണ്. അതായത് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പുറമെ നിന്ന് വരുന്നതാണ്. എന്തെങ്കിലും സംഭവിച്ചു അല്ലെ? ഇപ്പൊ സപ്പോസ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പോ കാലാവസ്ഥ വളരെ മോശമായി, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, നമ്മുടെ ജോലി പോയി, എന്ത് തന്നെയായാലും അത് പെയിനാണ്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പുറമേ നിന്നുള്ളതാണ്. പക്ഷെ ഈ ആദ്യത്തെ അമ്പ് തറയ്ക്കുമ്പോൾ അതിനോടൊപ്പം രണ്ടാമത്തെ അമ്പും കൂടി തറയ്ക്കും. അത് ഈ ഫസ്റ്റ് അമ്പിനോടുള്ള നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻ ആണ്. നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും ആ അമ്പിന്റെ വേദന. അതാണ് സഫറിങ്. പലപ്പോഴും നമ്മുടെ ഇമോഷണൽ റിയാക്ഷനും ഈ ഓവർ തിങ്കിങ് മൂലം ഉണ്ടാവുന്ന കാര്യമാണ് ഈ സഫറിങ് എന്ന് പറയുന്നത്. അത് തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോ എന്നെ ഒരാൾ വഴക്ക് പറഞ്ഞ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരാൾ വഴക്ക് പറഞ്ഞ, നമ്മൾ ഒരേപോലെ അല്ല റിയാക്ട് ചെയ്യുക. അല്ലെ? വഴക്ക് പറയുന്നതിന്റെ വിഷമം നമുക്ക് ഉണ്ടാവും, ആ പെയിൻ അത് അൺഅവോയ്ഡബിൾ ആണ്. ബട്ട് അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ നമുക്ക് ചോയ്സ് ഉണ്ട്, നമ്മളത് തിരിച്ചറിയാറില്ല. ആ ചോയ്സ് തിരിച്ചറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച്, എന്നാലും എന്നെ വഴക്ക് പറഞ്ഞല്ലോ, എന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞേ, ഞാനൊന്നിനും കൊള്ളില്ലേ, എന്നെ തീരെ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ 4 ആൾക്കാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, ഇനിയിപ്പോ ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കാം, അങ്ങനെ അങ്ങനെ പലതരത്തിലും നമ്മൾ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി 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 വി കണ്ടിന്യൂ ടു സഫർ. ആ വഴക്ക് ആ നിമിഷത്തിൽ അത് അവസാനിച്ചു. ചിലപ്പോൾ നമ്മളോട് വഴക്ക് പറഞ്ഞ ആളും അത് മറന്നു പോയിട്ടുണ്ടാവും, ആൾ മൂവ് ഓൺ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അത് ദിവസങ്ങളോളം ചിന്തിച്ച് 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 അത് അനുഭവിച്ചിരിക്കും. ദി സഫർ. ഇതാണ് സഫറിങ്. അത് ഓപ്ഷണലാണ്. രണ്ടാമത്തെ അമ്പ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. അല്ലെ? അപ്പൊ എന്താണ് ഞാൻ ഈ ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്, ചിന്തകൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇത്? ഇത് ബേസിക് ആയിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ചിന്തകളല്ല പ്രശ്നം, ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഈ ഒരു ടോപ്പിക്ക് എന്നെ ഇൻസ്പയർ ചെയ്തത് ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക് എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെയാണ് കേട്ടോ. ജോസഫ് ന്യൂജിന്റെ ആ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ചിന്തകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനർജറ്റിക് റോ മെറ്റീരിയൽസ്. ചിന്തകളിലൂടെയാണ് നമ്മൾ ഈ ലോകത്തെ മനസ്സിലാക്കുന്നതും കടന്നു പോകുന്നതും. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻസ്. അതായത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത, അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല, അതങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നതാ. അങ്ങനെ ഒരു ദിവസം എത്രയോ ചിന്തകൾ അല്ലെ? സ്റ്റഡീസ് അനുസരിച്ച് ഒരു ദിവസം ഏകദേശം ഒരു 60,000, മിനിമം 60,000 ചിന്തകളാണ് കടന്നു വരുന്നത് നമ്മുടെ ഈ മനസ്സിലേക്ക്. 60,000. നമ്മൾ എത്രയോ അവെയർ ആവുന്നില്ല. കാരണം ചിന്തകളുടെ സ്വഭാവമാണ്, ചിന്തകൾ വരും, ചിന്തകൾ പോകും. ആകാശത്തിലെ മേഘങ്ങളെ പോലെ അവർ വരും, അവർ പോകും. പക്ഷെ ചില ചിന്തകളെ നമ്മൾ പിടിക്കും, എടുത്തു പിടിക്കും, നമ്മൾ ചൂസ് ചെയ്യും, എന്നിട്ട് അതിന് കുറച്ച് എനർജി കൊടുക്കും. അതാണ് ചിന്തിക്കുന്ന പ്രക്രിയ. ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിന്തകൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ജഡ്ജ്മെന്റ്സ്, നമ്മൾ അതിനെ വിലയിരുത്തും, നമ്മൾ അതിന് അഭിപ്രായം നൽകും, അല്ലെ? നമ്മുടെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് എനർജി കൊടുക്കുമ്പോൾ, ഒരുപാട് എഫേർട്ടും എനർജി മെന്റലി നമ്മൾ കൊടുക്കുമ്പോൾ അത് ചിന്തിക്കൽ ആയി മാറും. ചിന്ത ചിന്തിക്കലായി മാറും.
അതായത് നമ്മുടെ ചിന്തകളോട് നമ്മൾ എൻഗേജ് ചെയ്യണം. കാരണം എത്രയോ 60,000 കാര്യങ്ങൾ ഒരു ദിവസം ആലോചിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യമായിരിക്കും ഒരുപാട് സമയം ഓർത്തുകൊണ്ടിരിക്കുന്നത്, സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിന്തയല്ല പ്രശ്നം, ചിന്തിക്കലാണ് പ്രശ്നം. ഇതൊന്ന് ഇതൊന്ന് കുറച്ചും കൂടി നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് യാഥാർത്ഥ്യം? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇപ്പൊ ഓ, രണ്ടുപേര് ഒരേപോലെ അല്ല ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ അത് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തയിലൂടെ ഉണ്ടാവുന്ന ഇമോഷണൽ റിയാക്ഷൻ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പെയിൻ അല്ലേ? ഇപ്പൊ പുറത്തു നിന്ന് ഒരാൾ നോക്കുമ്പോൾ പറയാം, അത് അത് റിയാലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ പറയാം. റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, അതാണ് റിയാലിറ്റി. അതിന് യാതൊരു തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് ഇല്ല, അതിനൊരു മീനിങ് ഇല്ല, ഒരർത്ഥം ഇല്ല. കാരണം അർത്ഥം കൊടുക്കുന്നത് നമ്മളാ, അല്ലേ? നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എന്തായാലും ഒരു 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 ജോക്ക് ഉണ്ട് അല്ലെ? ഒരിക്കൽ ഒരു ഏടത്തി പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വന്നു. മാർക്കറ്റിൽ പോയി വരുന്ന സമയത്ത് ഓടി വന്നിട്ട് ആളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടാ, ആ അവിടെ അവിടെ നിൽക്കുന്ന ആ ജംഗ്ഷനിൽ നിൽക്കുന്ന ഒരു അന്ധനില്ലേ, ആള് ശരിക്കും അന്ധനല്ല കേട്ടോ, എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ ആ ഹസ്ബൻഡ് ചോദിച്ചു, എന്താ നീ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ആ ചേച്ചി പറയാം, ഞാൻ ആൾക്ക് കുറച്ച് പൈസ കൊടുത്തു. ഞാൻ ആ പൈസ കൊടുത്തപ്പോ ആ ആ അന്ധൻ എന്നോട് പറയാ, ഏ സുന്ദരി, നിന്നെ ദൈവം രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ആള് അന്ധനാണെങ്കിൽ ആൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ സുന്ദരിയാണെന്ന്? അപ്പൊ ഇത് കേട്ടപ്പോ ചേട്ടൻ പറഞ്ഞു, കാര്യം ശരിയാ, എനിക്കും സംശയം ഉണ്ടായിരുന്നു ആൾ അന്ധനാണോ അല്ലേന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ ഉറപ്പായി ആൾ അന്ധൻ തന്നെ, അല്ലാണ്ട് നിന്നെ സുന്ദരി എന്ന് വിളിക്കുമെന്ന് ചേട്ടനും പറഞ്ഞു. അപ്പൊ അപ്പൊ ശരിക്കും എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണോ അതിന് അർത്ഥം നൽകുന്നത് നമ്മളാണ്. കാരണം ഒരേ കാര്യം ആ വൈഫ് ഒരു രീതിയിലെടുത്തു, ആ ഹസ്ബൻഡ് മറ്റൊരു രീതിയിലെടുത്തു. അപ്പൊ അത് ആ കൊടുക്കുന്ന ജഡ്ജ്മെന്റ്, ആ കൊടുക്കുന്ന ഒപ്പീനിയൻ, ആ കൊടുക്കുന്ന അർത്ഥം, അത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ എന്താണോ സംഭവിക്കുന്നത്, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോ ചിലർക്ക് ഇതിപ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരിക്കാം, ചിലർക്ക് ഇതൊരു യൂഷ്വൽ ക്ലാസ് ആയിരിക്കാം, ചിലർക്ക് ഇതൊരു ബോറിംഗ് ക്ലാസ് ആയിരിക്കാം, ചിലർക്ക് കേൾക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ പലതരത്തിലും ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെ? അപ്പൊ അപ്പൊ എന്താണ് സത്യാവസ്ഥ? കാരണം നാളെ നമ്മൾ ഇതിനെക്കുറിച്ച് പുറത്ത് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, ഉണ്ടായ കാര്യമല്ല പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റിയാലിറ്റി ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ. അത് ഒബ്ജക്റ്റീവ് ആണ്, അതിന് നമ്മളാണ് സബ്ജക്റ്റീവ് ആയിട്ടൊരു മീനിങ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഫീലിങ്സ് ഉണ്ടാവുന്നത്, അത് പുറമേ നിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് തരം ഫീലിങ്സ് ഉണ്ടാവുന്നു, ഇമോഷൻ ഉണ്ടാവുന്നു, കാര്യങ്ങൾ ഉണ്ടാവുന്നു, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അപ്പൊ നമ്മുടെ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ വരും, അതെ. അപ്പൊ പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ഒരു ഭാര്യയുണ്ട്, വന്നിരുന്നു, സെഷനിൽ വന്നിരുന്നു. ആൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. മേ ബി ഹസ്ബൻഡ് സപ്പോർട്ടീവ് അല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരുപാട് കുടിക്കുന്ന വ്യക്തിയാണ്, ജോലി സ്ഥലത്തൊരു സപ്പോർട്ടില്ല, എവിടെ നിന്നൊരു സപ്പോർട്ടില്ല, യാതൊരു തരത്തിൽ ഫ്രണ്ട്സ് ഇല്ല, ഇതൊക്കെ ആയിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഭാര്യ. വേറെ സ്ഥലത്ത് ഒരു 17 വയസ്സായ ഒരു പെൺകുട്ടി. ആളുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്, ആളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ആൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കുറവാണ്, ആളിടുന്ന പോസ്റ്റിന് 100 ലൈക്ക് പോലും കിട്ടുന്നില്ല. ഇതാണ് ആളുടെ വിഷമം. ഇപ്പൊ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും, നമ്മൾ മനസ്സിൽ വിചാരിക്കല്ലേ, ഇതെന്ത് വിഷം, ഇതൊക്കെ ഒരു വിഷമാണോ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇത് തൊട്ട് മുമ്പ് സംസാരിച്ചത് മറ്റേ വ്യക്തിയോടാ, ആളുടെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഈ കുട്ടിയോട് പറയാണ്, മോളെ ഇതൊന്നുമില്ല, നീ കണ്ടിട്ടില്ല വിഷമം എന്താണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ കുട്ടി അനുഭവിക്കുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടാണ് ആളൊരു കൗൺസിലിംഗ് സെന്ററിലേക്ക് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കത് ഒരു വലിയൊരു കാര്യമല്ല, പക്ഷെ ആ കുട്ടിക്ക് അത് വലിയൊരു കാര്യമാണ്. ആ കുട്ടി സ്വയം വിലയിരുത്തുന്നത് ആ കുട്ടിക്ക് ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്ന ലൈക്സിന്റെ എണ്ണം വെച്ചായിരിക്കും.
ഞാൻ കൊള്ളാവോ, ഞാൻ നന്നല്ലേ, എനിക്ക് കഴിവുണ്ടോ, എനിക്ക് കഴിവില്ലേ, ഞാൻ സോഷ്യലാണോ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടോ, എന്നെ ആൾക്കാർക്ക് ഇഷ്ടമാണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി മനസ്സിൽ ആ വിഷമം സഹിക്കാനാവാതെയാണ് ആ ഒരു കൗൺസിലിംഗ് തേടുന്നത്. അപ്പോൾ നമ്മളെ വിഷമം ചെറുതും വലുതും അത് നമുക്കാണ്. നമ്മൾ മറ്റുള്ളവരുടെ വിഷമം വെച്ചല്ല നമ്മൾ നമ്മുടെ വിഷമം അളക്കുന്നത്, അല്ലെ? അപ്പൊ ഈ നമ്മുടെ ഫീലിങ്സ് ഉണ്ടാവുന്നത് അത് പുറമേ നിന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഓൺ തിങ്കിങ്ങിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ വിഷമം നമുക്ക് ഏറ്റവും വലുതാണ്. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വിഷമിച്ചാലും അത് നമ്മളെ ബാധിക്കില്ല. അപ്പൊ നമ്മുടെ തിങ്കിങ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വരുന്നത്? അതിന്റെ അർത്ഥം വരുന്നത് ദ റൂട്ട് കോസ് ഓഫ് അവർ സഫറിങ് ഈസ് അവർ ഓൺ തിങ്കിങ്. നമ്മൾ സഫർ ചെയ്യുന്നത് നമ്മൾ സഫർ ചെയ്യുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. തിങ്കിങ് ആണ്, ചിന്തിക്കുന്ന പ്രക്രിയ, ചിന്തകളല്ല. കാരണം ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ചിന്തകൾ നമുക്ക് തടയാൻ കഴിയില്ല. ഇൻഫാക്ട് ചിന്തകളെ തടയാൻ ശ്രമിക്കുമ്പോൾ അത് അതിശക്തമായിട്ട് തിരികെ വരും, അല്ലെ? ബട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനാണോ എനർജി കൊടുക്കുന്നത്. കുറച്ച് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം, അല്ലെ? തോട്ട്സ് വേഴ്സസ് തിങ്കിങ്, ഇതാണ് ആ ബുക്കിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത്. ഉദാഹരണം, മഴ പെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങാൻ നേരത്ത് മഴ പെയ്യുന്നു. അപ്പോൾ മഴ എനിക്ക് തടയാൻ സാധിക്കുമോ? ഇല്ല. മഴ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും, മഴ പെയ്യുന്നു. അപ്പൊ ആ ചിന്ത വന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിലും ഞാൻ ഒരിടത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് മഴ പെയ്യുന്നത്, എനിക്ക് ഒരു തരത്തിലൊരു ഭാഗ്യമില്ല, എൻ്റെ കാര്യങ്ങളിൽ മാത്രം എന്തിനാണ് ഈ തടസ്സങ്ങൾ ഉണ്ടാവുന്നത്, ഈ ഇന്നത്തെ ദിവസം പോക്കാണ്, ഇന്നത്തെ ദിവസം പോയി മഴയത്ത് എനിക്ക് അസുഖങ്ങൾ വരും, മഴയത്ത് ലേറ്റ് ആവും, ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞിട്ട്, ഇല്ലേ? നമ്മളിപ്പോ എന്താ സംഭവിക്കുന്നത്? മഴ പെയ്യുന്നു, ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, മറ്റൊരാൾ അവിടെ ഒരുപക്ഷെ ഹാപ്പി ആയിരിക്കും, എൻ്റെ മോൻ ഹാപ്പിയാ, ഇന്നും സ്കൂൾ ഉണ്ടാവും ഞാൻ അറിഞ്ഞിട്ട്. അപ്പൊ പലരുടെയും ചിന്തിക്കുന്ന പ്രക്രിയ വേറെ ആയിരിക്കും. പക്ഷെ ഈ സഫർ ചെയ്യുന്ന ആൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, അപ്പൊ അതിൽ നിന്ന് ഉണ്ടാവുന്ന ഇമോഷണൽ റിയാക്ഷൻ എന്താണോ, അവിടെ നിന്ന് ഉണ്ടാവുന്ന സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്, അതിൽ നിന്ന് ഉണ്ടാവുന്ന ബിഹേവിയർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നതിന്റെ റൂട്ട് കോസ് നമ്മുടെ തിങ്കിങ് ആണ്. നമ്മൾ എന്താണ് എനർജി കൊടുക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലേ? ഇപ്പൊ സപ്പോസ് ഒരു എക്സ്ട്രീം കേസ് എടുക്കുകയാണെങ്കിൽ എന്റെ ജോലി പോയി എന്ന് കരുതാം. ജോലി പോയി എന്ന് പറയുന്നത് ഒരു പക്ഷെ യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നൊരു ചിന്ത ഉണ്ടായി, ജോലി പോയി. ബട്ട് വാട്ട് നെക്സ്റ്റ്? നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഫെർദർ ചിന്തിക്കുന്നത്? അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ജീവിതം വഴിമുട്ടിയല്ലോ, ഇനി ഞാൻ എൻ്റെ വീട്ടുകാരെങ്ങനെ നോക്കും, എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും, ഒരു വരുമാനം ഇല്ലാണ്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പോക്കാണ്, ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ്, എനിക്ക് ഇനി ജോലിയൊന്നും കിട്ടില്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് 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 ചിന്തിച്ച് 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 നീറി 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 അത് ആളുടെ ഒരു നരകാണ്. ആള് സഫറിങ്. നേരെ മറിച്ച് വേറൊരു വ്യക്തിയുടെയും അതിന്റെ ഒപ്പം ജോലി പോയിട്ടെങ്കിൽ ആള് ചിന്തിക്കുന്നത് ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഞാൻ വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം, വേറെ എന്തെങ്കിലും പഠിക്കാം, വേണമെങ്കിൽ അപ്സ്കിൽ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാലോ, അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്നും ഒരു സൊല്യൂഷനിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും ആവാം. കാരണം ചിന്തകൾ എല്ലാവർക്കും വരും, ചിന്തിക്കുന്നത് ഒരു ചോയ്സ് ആണ്. നമ്മളിത് തിരിച്ചറിയാറില്ല പലപ്പോഴും. തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പോയി പഠിക്കുന്നത്. ചിന്തകളല്ല പ്രശ്നം, ചിന്തിക്കുന്നതാണ് പ്രശ്നം. നമ്മുടെ സഫറിങ് ഉണ്ടാവുന്നത് നമ്മുടെ തിങ്കിങ്ങിൽ നിന്നാണ്, നമ്മുടെ ഓവർ തിങ്കിങ്ങിൽ നിന്നാണ്. ഒരുപാട് എനർജി നമ്മൾ വേണ്ടാത്ത ചിന്തകൾക്ക് കൊടുക്കും, വേണ്ടാത്ത രീതിയിൽ. അത് നമ്മൾ ചെയ്യുന്നതാണ്, പുറമേ നിന്നൊരു വ്യക്തിയോ പുറമേ നിന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നതല്ല. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടിരുന്നു, അല്ലെ? ഹാപ്പിനെസ് ഇസ് എ ചോയ്സ്, സന്തോഷം എൻ്റെ തീരുമാനമാണ്. അതേമാതിരി തന്നെ സഫറിങ് ഇസ് ഓൾസോ ഓപ്ഷണൽ. സഫറിങ്ങും ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. നമുക്ക് അങ്ങനെ അത് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും പ്രാക്ടീസിലൂടെ, അവയർനെസ്സിലൂടെ. ഇപ്പൊ എന്താ പറ്റാറ്? ഇപ്പോഴും നമുക്ക് അവയർനെസ് ഉണ്ട്, അല്ലെ? നമുക്ക് ഒരുപാട് ഇങ്ങനെ ക്ലാസ്സസ് കേൾക്കുന്നുണ്ട്, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് അവയർനെസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആ അവയർനെസ്സിൽ ഇനിയും അധികം ചിന്തിക്കാനാണ് തുടങ്ങുന്നത്. ഓവർ തിങ്ക്. സാധാരണ ഈ ഒരുപാട് ഇന്റലിജന്റ് സ്മാർട്ടായ ആൾക്കാരാണ് ഓവർ തിങ്ക് ചെയ്യുക. കാരണം അവര് നടക്കാൻ പോകുന്ന എല്ലാ സാധ്യതകളെ കുറിച്ചും ചിന്തിക്കും, അതിലും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും. നാച്ചുറൽ ആയ ഒരു പ്രവണതയാണ് നെഗറ്റീവ് കാര്യങ്ങൾ ആദ്യം വരുന്നത് മനസ്സിലേക്ക്.
അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പിന്നെ മനസ്സിലാവും, അയ്യോ ഞാൻ എന്തോരം ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യം നടക്കുന്നില്ലല്ലോ, എനിക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്, എന്താ ഓവർ തിങ്കിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് ഓവർ തിങ്ക് ചെയ്തിട്ട് പിന്നെ സഫർ ചെയ്യും. ഇതാണ് അതിന്റെ ഒരു സൈക്കിള്. പക്ഷെ അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ പറ്റും. ഏത് ചിന്ത, ഏത് തരത്തിലുള്ള ചിന്തയായാലും. അതെ, എനിക്ക് എന്റെ ജോലി വിടണം, എനിക്ക് ജോലി ഫ്രസ്ട്രേറ്റ് ആയിരിക്കും. കാരണം അപ്പോഴും ഈ നെഗറ്റീവ് കാര്യം, എന്റെ ജോലിയിൽ എനിക്കൊരു അക്നോളജ്മെന്റ് ഇല്ല, എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് സഫർ ചെയ്യാമെന്നും, അല്ലെങ്കിൽ എനിക്കൊരു ജോലി വിടണം, ഇനി എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിടേണ്ടത്, അപ്പോൾ പിന്നെ ജോലി ഉള്ളതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പൊ നമ്മൾ ഈ സഫർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ചിന്തകൾ കൊണ്ടാണ്. തിങ്കിങ് ഈസ് ദ പ്രോബ്ലം, തോട്ട്സ് അല്ല, അല്ലേ? പക്ഷെ നമ്മളത് സാധാരണ പറയാണ്ട് പലതരം ചിന്തകൾ വരുന്നുണ്ട് എന്ന് പറയും. ചിന്തകളാണ് പ്രശ്നം എന്ന് പറയും. പക്ഷെ ചിന്തകളല്ല, ചിന്തിക്കുന്നതാണ്. ചിന്തകളെ നമുക്ക് തടയാൻ സാധിക്കില്ല, അല്ലെ? അതുപോലെ നമുക്ക് ഇപ്പോ നമ്മൾ ചിന്തകളെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ ട്രെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? ചിന്തിക്കേണ്ട, അതൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട എന്ന് പറയും. അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ചിന്തിക്കീന്ന് പറയും, അങ്ങനെയൊക്കെ പറയും, അതെ. ഇപ്പൊ ചില ചിലർ മിസ്ഗൈഡഡ് ആണെങ്കിൽ, ഇപ്പൊ മിസ്ഗൈഡഡ് ആണെങ്കിൽ മെഡിറ്റേഷനിലൊക്കെ ചിലർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്, ഞാൻ ചിന്തകൾ ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കണ്ടേന്നൊക്കെ ചിലർ വിചാരിക്കും. അപ്പൊ അവർ ചിന്തകൾ വരുമ്പോൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് ഈ ഉടനെ ഞാൻ ഒരു കാര്യം പഠിച്ചിരുന്നു, അത് വളരെ നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക്. അതായത് ചെസ് ചെസ് കളിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ചിന്തകളോടൊപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന മാതിരിയാണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ ഒരു കരു നീക്കി, അപ്പൊ അടുത്ത ഊഴം നമ്മുടെയാണ്, അല്ലേ? അപ്പോ ശരിക്കും നമ്മൾ നമ്മുടെ കരു നീക്കിയാലേ ചിന്തയ്ക്ക് രണ്ടാമത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ ഒരു കരു നീക്കിണെങ്കിൽ ചിന്ത അതിശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കും, ആൾക്ക് അതിൻ്റെതായ സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് അത് വെറുതെ നോക്കിയിരുന്നുണ്ടെങ്കിലോ ചിന്തയ്ക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. അതാണ് അവയർനെസ്. ഇപ്പോ നമ്മൾ നീക്കുന്ന ഒരു കരുവാണ് നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻ. അതൊന്നില്ലെങ്കിൽ നമ്മൾ അത് ആ ചിന്തയെ തടയാൻ ശ്രമിക്കുന്നതായിരിക്കാം, ആ ചിന്തയെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, ആ ചിന്തയെ മാറ്റി വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. പല തരത്തിലും നമ്മൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലെ? പക്ഷെ അതല്ലാതെ നമ്മൾ അതിനെ ഒരു സാക്ഷിയായിട്ട് കാണുമ്പോൾ, അതിനൊരു വിറ്റ്നസ് ആയിട്ട് കാണുമ്പോൾ, ഒരു വാച്ചർ ആയിട്ട് കാണുമ്പോൾ, അല്ലെ? നമ്മൾ പറയല്ലോ അവയർനെസ്, അവയർനെസ് യു വാച്ച് യുവർ തോട്ട്സ് എന്ന് പറയും. ഇപ്പൊ ഈ തെറപ്പി പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാം, നമ്മൾ പറയാം, അല്ലെ? അതിനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ അതിനെ മാറി നിന്ന് കാണാനൊക്കെ പറയും, അല്ലെ? ഡിസോസിയേറ്റ് ചെയ്യുന്നത് പറയും. അപ്പൊ എന്താണ്, എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, അതിനെ കാണാം. നമ്മൾ ചിന്തിക്കുന്നതല്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പൊ എന്താ പറ്റുന്നത്, ആ ചിന്തയ്ക്ക് നമ്മുടെ ശക്തി കുറയ്ക്കാണ്. ആ ചിന്ത ഉണ്ട്, അവിടെ ചിന്ത ഉണ്ട്, അതിനെ വിലയിരുത്തിയില്ല, നല്ലതാണോ പൊട്ടയാണോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, വേണോ വേണ്ടോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ശക്തി കുറയും, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് ചിന്തിക്കുമ്പോൾ അത് സഫറിങ് ആയി മാറും. നമ്മൾ അതിനെ വെറുതെ വാച്ച് ചെയ്യാണ്, അപ്പൊ അത് വന്ന് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. നമ്മള് ഇപ്പൊ നമുക്ക് അമിതമായ ചിന്തകളുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആണെങ്കിൽ, സാധാരണ ഓവർ തിങ്കേഴ്സിന് ഓവർ തിങ്കിങ്ങിന്റെ അവയർനെസ് ഉണ്ടാവാറുണ്ട്. ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അവർ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് നിമിഷമാണോ നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവുന്നത്, അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ഫ്രെയിം വർക്ക് ആണ് ഈ പോസ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. പോസ് ഫ്രെയിം വർക്ക്. അപ്പൊ എന്താണ് ഈ ഫ്രെയിം വർക്ക്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പറയുന്നത്? പോസിന്റെ പി പോസ് തന്നെയാണ്. അതായത് ആ ഒരു നിമിഷം എപ്പോഴാണോ നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഞാൻ ഈ അമിത ചിന്തയുടെ സൈക്കിളിൽ പെട്ടു പോയിട്ടുണ്ട്, ഞാൻ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട്, എന്റെ സമയം പോയിട്ടുണ്ട്, എന്റെ എനർജി പോയിട്ടുണ്ട്, ഇത് ഇന്ന് ഒരു കാര്യം എന്തായാലും പുറത്തേക്ക് നല്ലൊരു ഔട്ട്കം എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല എന്നറിയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പോസ് ചെയ്യാം അവിടെ. അത് എപ്പോഴാണോ മനസ്സിലാവുന്നത് അപ്പൊ ചെയ്താൽ മതി. അതായത് തിങ്കിങ് തുടങ്ങുമ്പോൾ തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പലപ്പോഴും ഒരുപാട് ചിന്തിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് അവയർനെസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിലെ ഒരു സക്സസ് നോക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര സമയമാണ് ഞാൻ അമിതമായി ചിന്തിച്ച് കളഞ്ഞത്, അതിന്റെ അളവ് കുറഞ്ഞു 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 വരുന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് എനർജി കളയുന്നതിന്റെ അളവും സമയം കളയുന്നതിന്റെ അളവും സഫർ ചെയ്യുന്നതിന്റെ അളവും കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ഗുഡ്, അതായത് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്.
പി എന്ന് പറയുന്നത് പോസ് ആണ്. അവിടെ നമ്മളൊരു ബ്രേക്ക് എടുക്കുക. നമ്മൾ ശരിക്കും പോസ് ചെയ്ത് നമ്മൾ നേരത്തെ മെഡിറ്റേഷനിൽ ചെയ്ത മാതിരി തന്നെ 2-3 തവണ ഡീപ്പ് ബ്രെത്ത്സ് എടുക്കുക. ഡീപ്പ് ബ്രീതിങ്. അതായത് നമ്മൾ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് റിലാക്സ് ആവും. രണ്ടാമത്തത്, നമ്മൾ ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെയോ വരാനിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായ ചിന്തയ്ക്കല്ല ഫോക്കസ് കൊടുക്കുന്നത്, നമ്മൾ ആ ബ്രീതിങ്ങിലേക്കാണ് ഫോക്കസ് കൊടുക്കുന്നത്. നമ്മൾ അതിനെ ഗ്രൗണ്ടിങ് എന്ന് പറയും. അതായത് ഈ നിമിഷത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ശ്രദ്ധ അവിടെയാണ്. ഞാൻ ശ്വാസം വലിക്കുന്നുണ്ട് മൂക്കിലൂടെ, ഞാൻ ശ്വാസം വിടുന്നുണ്ട് ചുണ്ടിലൂടെ. അപ്പൊ നമ്മുടെ ശ്രദ്ധ ഇവിടേക്ക് വന്നു. നമ്മുടെ മനസ്സിൽ ഒരേ സമയം 2 ചിന്തകൾക്ക് ഇടമില്ല. ഒരു സമയം ഒരു ചിന്ത ഉണ്ടാവുന്നത്. ഒരുപാട് സ്പീഡ് ഉണ്ടാവും, ചിലപ്പോൾ ചിന്തകൾ വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു സമയത്ത് ഒരു ചിന്ത ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശ്വാസത്തിലാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അവിടെയായിരുന്നു. അപ്പൊ നമ്മളൊരു ബ്രേക്ക് കൊടുക്കാണ് നമ്മുടെ ചിന്തകളിൽ. നമ്മൾ അവെയർ ആവാം. ആ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക്, ചോദിക്കുക. നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ ചിന്തിച്ച് കൂട്ടുന്നത് എനിക്ക് ഉപകാരപ്രദമായ കാര്യമാണോ? ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാം. ഇതൊരു പ്രോസസ്സാണ്. കാരണം ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. എന്താണ് ഈ ചിന്തകൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ ഈ ചിന്തിച്ച് കൂട്ടുന്നത് അതിനൊരു ഔട്ട്കം ഉണ്ടോ? ഇങ്ങനെ തന്നെയാണോ ചിന്തിക്കേണ്ടത്? വേറെ ഏതൊരു രീതിയിൽ ഇതിനെ ചിന്തിച്ചൂടെ? ഇതിന് ശക്തി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ടോ ഈ ചിന്തയ്ക്ക് എന്ന് ചോദിക്കാം. കാരണം ഇപ്പൊ അവയർനെസ് ഉണ്ട്, നമ്മൾ പോസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൗണ്ട് ആയിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ചിന്തകളെ കുറിച്ച് അറിയാം. അപ്പൊ നമ്മൾ അതിനെ ചോദിക്കുക, അതിനെ ചലഞ്ച് ചെയ്യും. മൂന്നാമത്തത് അണ്ടർസ്റ്റാൻഡ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ചിന്തയല്ല പ്രശ്നം, ചിന്തിക്കുന്നതാണ് പ്രശ്നം. തോട്ട്സ് അല്ല പ്രശ്നം, തിങ്കിങ് ആണ് പ്രശ്നം എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയത് നമ്മൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. നമുക്കറിയാം, ഇപ്പൊ അറിയാം അല്ലെ? നമ്മൾ ഈ ഒന്നില്ലെങ്കിൽ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സെഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശരിയാണല്ലോ പറഞ്ഞത്. അപ്പോ ഈ ഒരു തിരിച്ചറിവ് ആ ഒരു നിമിഷത്തിൽ വീണ്ടും ഓർത്തെടുക്കണം. അണ്ടർസ്റ്റാൻഡ്. ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ വരുന്നതല്ല എന്റെ പ്രശ്നം, ഞാൻ അതിന് എനർജി കൊടുക്കുന്നതാണ് പ്രശ്നം. തിങ്കിങ് ഇസ് ദ പ്രോബ്ലം. തിങ്കിങ് ഇസ് ദ കോസ് ഓഫ് സഫറിങ്. എന്നിട്ട് അത് ഉറക്കെ പറയാ, സേ ഇറ്റ് ഔട്ട് ലൗഡ് അല്ലേ? ഇതൊന്നും ഉറക്കെ പറഞ്ഞു. കാരണം ഈ ഒരു പ്രാക്ടീസിലൂടെയാണ് അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറുന്നത്. അപ്പൊ ഉറക്കെ പറയാ, ശരി, ചിന്തയല്ല പ്രശ്നം, ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഇതൊരു മന്ത്രമാണ്. എപ്പോഴാണോ നമ്മൾ ഓവർ തിങ്കിങ്ങിന്റെ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്നത്, അപ്പോ ഈ പറഞ്ഞ മാതിരി ഒരു ബ്രേക്ക് എടുത്തിട്ട് ആ ചിന്തയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ ഈ ചിന്തിക്കുന്ന പ്രക്രിയ ശരിയല്ല, ഇതെനിക്ക് വേണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഓർക്കണ്ടെന്ന് പറയാം. ഓർക്കണ്ടെന്ന് അതിനെ ഷൗട്ട് ചെയ്യാനല്ല പറയുന്നത്, മനസ്സിൽ ഏറ്റെടുത്ത് പറയാം. അല്ലെങ്കിൽ ഒന്ന് പറയാം, ചിന്തയല്ല പ്രശ്നം, ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഇത് നമ്മൾ വീണ്ടും 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 പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുമ്പോൾ കുറേയും കൂടി അവയർനെസ് വീണ്ടും കൂടും. ലാസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്. സാധാരണ പുറമെ നിന്ന് ആ ആദ്യത്തെ അമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ 2 അമ്പുകൾ, ആദ്യത്തെ അമ്പ് ആ പെയിൻ നമ്മുടെ മനസ്സിലേക്ക് തറയ്ക്കുമ്പോൾ അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പൊ അതൊരു ദേഷ്യമാണെങ്കിൽ പോലും, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കേട്ടോ, ദേഷ്യം വരാൻ പാടില്ല എന്നുള്ളത് വേറൊരു വിഷയമാണ്. അല്ലെങ്കിൽ ആ ഇമോഷണൽ ലിറ്ററസിയുടെ സെഷൻ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അതൊന്ന് മാനേജ് ചെയ്യണം. ഏതെങ്കിലും ഒരു തരത്തിൽ അത് എക്സ്പ്രസ് ചെയ്യണം. അത് എക്സ്പ്രസ് ചെയ്യേണ്ട പല രീതികളുണ്ട്, അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ആ ഒരു സൈക്കിളിൽ നമ്മൾ പെട്ടുപോവാം. ഇപ്പൊ ദേഷ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സയൻസ് പറയുന്നത് ആ ദേഷ്യം വന്ന് നമ്മളെ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചിന്റെ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്നത്, അത് ശരിക്കും ഫ്ലഷ് ഔട്ട് ആവാൻ 90 സെക്കൻഡ് മതി. നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മളല്ലാതെ ആവുന്നത്, അല്ലെങ്കിൽ ചൂടാവുന്നത്, വിറക്കുന്നത്, ശക്തി ഉണ്ടാകുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫ്ലഷ് ആവുന്നത് 1.5 മിനിറ്റില്ല, 90 സെക്കൻഡ്. സാധാരണ പല ടെക്നിക്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ദേഷ്യം വന്ന
കുറച്ചു നേരം ഒന്നും പറയരുത്, റിയാക്ട് ചെയ്യരുത്, പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത് എന്ന് പറയാം. കാരണം ആ ഒരു നിമിഷം നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളല്ല. പക്ഷെ ആ 90 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോർമോൺസ് ഫ്ലഷ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് തന്നെ വീണ്ടും 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 നമ്മുടെ മനസ്സിൽ പ്ലേ ചെയ്തിട്ട് നിലനിർത്തുന്നതാണ് പിന്നീടുള്ള ദേഷ്യം. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. അപ്പൊ അതും നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടാവുന്നത്. കാരണം നമ്മള് വീണ്ടും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, പെയിൻ ആണെങ്കിലും എന്താണെങ്കിലും അതിനെ നേരത്തെ പറഞ്ഞ ഒരു സാക്ഷി ഭാവത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ടാവുന്നുണ്ട്, എന്റെ മനസ്സിലൂടെ ഇതൊരു ചിന്ത കടന്നു പോകുന്നുണ്ട്, എനിക്കിപ്പോ വിഷമം വരുന്നുണ്ട്, ഞാനത് അനുഭവിക്കുന്നുണ്ട്. ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു സാക്ഷി ഭാവത്തിൽ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മൾ കാണണം. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശക്തി അവിടെ എത്തും. ഓഫ്കോഴ്സ് എന്തുണ്ടെങ്കിലും അതിനെ ഫൈറ്റ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, അത് എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഫൈറ്റ് ചെയ്യുമ്പോൾ അത് പ്രൊലോങ് ഒരുപാട് നേരം അത് നിലനിൽക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഓവർ തിങ്കിങ്ങിന്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വളരെ സിമ്പിൾ ആയ ഒരു ഫ്രെയിംവർക്ക് ആണ്. ഇത് പ്രാക്ടീസിലൂടെ പറ്റുന്നത്, ഒറ്റടിക്കല്ല. ദ മൊമെന്റ് യു ആർ അവെയർ, ഏതൊരു നിമിഷമാണോ നമ്മൾ അവെയർ ആവുന്നത്, ഞാൻ അമിതമായ ചിന്തയുടെ രൂപത്തിൽ പെട്ടു, അപ്പൊ പോസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുക, പോസ് ചെയ്യുക, ചോദിക്കുക, ആ ചിന്തകൾ എന്നെ സഹായിക്കുന്ന ചിന്തകളാണ് അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത ചിന്തകളാണ്, ഇതുകൊണ്ടൊരു ഗുണമുണ്ടോ എന്നൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ചോദിക്കുക. കാരണം അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. ആ ഇല്ല എന്നൊരു ഉത്തരം മനസ്സിൽ നിന്ന് വരുമ്പോൾ അപ്പൊ മനസ്സിലാക്കാം, ശരിയാണ്, അപ്പൊ ഈ ചിന്ത പ്രശ്നമല്ല, ഞാൻ ഈ ചിന്തിക്കുന്നതാണ് പ്രശ്നം, ചിന്തയല്ല പ്രശ്നം, ചിന്തിക്കുന്നതാണ് പ്രശ്നം എന്നൊന്ന് ആ മന്ത്രം ഒന്ന് ഇതാക്കാം. എന്നിട്ട് ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് യു മൂവ് ഓൺ. കാരണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോക്കസ് വേറെ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നമ്മൾ എപ്പോഴും എപ്പോഴും തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പവർ, നമുക്കുള്ള ഒരു പവർ എന്ന് പറയുന്നത് ചോയ്സ് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവേഴ്സ് ദാറ്റ് വി പോസസ്, ചോയ്സ്. ചോയ്സ് ടു ബി ഹാപ്പി, ചോയ്സ് ടു സഫർ, ചോയ്സ് ടു റിയാക്ട്. ഏതൊരു കാര്യത്തിലും നമുക്കൊരു ചോയ്സ്. കാരണം നമുക്കൊരു ചോയ്സ് ഇല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരു സാഹചര്യം വരുമ്പോൾ ഒരേപോലെ റിയാക്ട് ചെയ്തേ. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ബോധപൂർവം ആ ചോയ്സ് എക്സസൈസ് ചെയ്യാറില്ല. നമ്മളൊരു ഓട്ടോമാറ്റിക് ബിഹേവിയർ ആയി മാറിക്കഴിഞ്ഞു. അപ്പൊ പലപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തു പോകും. അപ്പൊ ആർക്കാ ദേഷ്യം വരാത്തെന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്കാ ദേഷ്യം വരാത്ത? അല്ല, ഒരു കാര്യം നമ്മൾ അരുതാത്തത് കേട്ടാൽ പോലും അവിടെ 4 പേര് കേൾക്കുന്നുണ്ടെങ്കിൽ 4 പേർക്ക് ഒരേപോലെ ദേഷ്യം വരില്ല, അല്ലേ? എത്രയോ പ്രോബ്ലംസിലൂടെ നമ്മൾ ഒരു ദിവസം കാണുന്നുണ്ട്. ഒരു പ്രോബ്ലം വരുമ്പോൾ എല്ലാവരും ഒരേപോലെ അല്ല റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ഒരു അവയർനെസ്സും ആ ഒരു ആക്ഷന്റെ ഇടയിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് നമ്മൾ എക്സസൈസ് ചെയ്യണം, അത് തിരിച്ചറിയണം. അതിനെ ഈ പ്രാക്ടീസസ്, ഈ ഇങ്ങനത്തെ ക്ലാസ്സസ്, കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളെ അവെയർ ആവാൻ പഠിപ്പിക്കും. അവയർനെസ് ആണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് ചെയ്യാൻ പറ്റും, ബോധപൂർവം ചെയ്യാൻ പറ്റും. ബോധപൂർവം അല്ലാണ്ടാവുമ്പോഴാണ് ഇതിലൊക്കെ നമ്മൾ പെട്ടു പോകുന്നത്. One of the greatest powers that we possess is choice. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാം. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടോ? അമിതമായ ചിന്ത. ഹാപ്പി മോർണിംഗ് സാർ. ഹാപ്പി മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മൈൻഡ് ടച്ച് ആയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ എന്താ പറയണ്ട വേണ്ടതായിട്ടുള്ള ഉണ്ട് ഓൾറെഡി കാര്യങ്ങൾ. നമുക്ക് അനുഭവത്തിലും എക്സ്പീരിയൻസിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ സാർ ഈ ഒരു കാര്യം സംശയം ചോദിച്ചോട്ടെ. സാർ, ഈ നമ്മുടെ ദേഷ്യം വരുന്നത് നമ്മള് ഈ നമ്മുടെ ശരീരത്തിലുള്ള ഈ സിങ്ക് എന്ന് പറയുന്ന ഒരു മൂലകം, അതിന്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്ന ഞാൻ റിസർച്ച് ജേണലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനെ പറ്റിട്ട് എന്തെങ്കിലും സാറിന് അറിയോ? ഇപ്പൊ നമുക്ക് അയൺ വേണോ, മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ. ഹലോ.
ആ നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഘടകങ്ങൾ വേണ്ടതുണ്ടല്ലോ, അയൺ അല്ലെങ്കിൽ അതെ മഗ്നീഷ്യം, അതെ ഫോസ്ഫറസ്. അതേപോലെ സിങ്ക് എന്ന് പറയുന്ന ഒരു മൂലകം, ആ അതിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് ദേഷ്യം കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഉം, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങള് ഈ എന്താ പറയണ്ട പീനട്സ്, ഉം, പിന്നെ ഈ ഷെൽഫിഷ് ആയിട്ടുള്ള കക്ക ഇറച്ചി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കക്ക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഈ അതെ കല്ലുമുട്ടായ പോലെ തന്നെ വേറെ വൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതെ അതിൽ ഒരുപാട് മൂലകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഉം. അങ്ങനെ ഒരു ജേണൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അറിവുണ്ടോ ഓൾറെഡി? ആ, എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല, പക്ഷെ ഈ ഈ ഒരു കാര്യം പോസിബിൾ ആണ്. അതായത് പറഞ്ഞല്ലോ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ഇമോഷണൽ റിയാക്ഷൻ എന്ന് പറയുന്ന ഹോർമോൺസിന് ഒരു വലിയ പങ്കുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ പറയല്ലോ, തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ മാതിരി ഒരു സാഡ്നെസ്, ഒരു ലോ മൂഡ് അല്ലെങ്കിൽ വിഷാദം, അതിന്റെ ഒക്കെ ഒരു പ്രവണത ഉണ്ടാവും. ദേഷ്യത്തിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡിയിൽ നമ്മുടെ മൈൻഡും ബോഡിയും കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, നമ്മുടെ അവസ്ഥകൾ മാറാം. അപ്പൊ അത് വളരെ പോസിബിൾ ആണ്. സിങ്കിന് പ്രത്യേകിച്ച് റോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ബട്ട് അങ്ങനെ ഒരു സ്റ്റഡി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ദാറ്റ്സ് ക്വൈറ്റ് പോസിബിൾ. കാരണം നമ്മൾ പറയല്ലോ, ഒരു ഫിറ്റ് ഓഫ് റേഞ്ച്. ഇപ്പോ ഞാൻ സൈക്കോളജി പഠിക്കാൻ നേരത്തെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ അവർ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജഡ്ജ്മെന്റ് പാടില്ല എന്ന്. അപ്പൊ നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് ആൾക്ക് നാണക്കേടുള്ള ഒരു കാര്യമായിരിക്കും ആള് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അയ്യേ അല്ലെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മുമ്പിലുള്ള ആൾക്ക് നമ്മളോട് അത് തുറന്നു പറയാനുള്ള ഒരു ഇത് പോയി. കൗൺസിലിംഗിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. കാരണം അത് അത് ഒരുപാട് പ്രാക്ടീസിലൂടെ കൊണ്ടുവരുന്ന ഒരു കഴിവാണ്. അത് ഒരുപാട് പെർസ്പെക്റ്റീവിലൂടെ കൊണ്ടുവരുന്ന ഒരു കഴിവാണ്. കാരണം ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആളുടേതായ ഒരുപാട് ഇതുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു കൊലപാതകി അല്ലെ, ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റും. പക്ഷെ ആ ഒരു നിമിഷത്തിൽ അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ കൂടെ എന്ത് കടന്നുപോയി. ചിലപ്പോ ഈ ബോധപൂർവം അല്ല ചെയ്യുന്നത് ആൾക്കാർ, അല്ലെ. അപ്പൊ ആ ഒരു ഹോർമോൺസിന്റെ ഇതില് അവര് ഇതായിട്ട് അതില് ചെയ്തു പോകും. എന്നിട്ട് പിന്നെ അപ്പൊ ഓഫ്കോഴ്സ് അവർ പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യും. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് ആളെ നോക്കുമ്പോ ആള് ഈ കുറ്റവാളിയാണ്, ഇയാളെ ഞാൻ സഹായിക്കില്ല, അങ്ങനത്തെ ഒരു രീതിയിലല്ല. ആ ഒരു നിമിഷം എന്താണോ നിങ്ങളിൽ കടന്നുപോയി അതിനനുസരിച്ച് എന്തോ ഒരു ആക്ഷൻ ചെയ്തു. ഇനി അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള സഹായം നമ്മൾ ചെയ്യും. അപ്പോ എല്ലാ ക്രൈംസിന് പോലും അതിന്റെ പിന്നിൽ കാരണം ആ ഒരു നിമിഷം നമ്മുടെ ബ്രെയിൻ നമ്മളെ ഓവർ പവർ ചെയ്യണം. ബോധപൂർവം ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു കൊലപാതകം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ആ ഒരു നിമിഷം അവർക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യണം, ചെയ്തു പോവാണ്. ചിലവർ അത് കൺട്രോൾ ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഞാൻ ഇത് എന്താ ചെയ്തെന്ന് ഓർക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇംബാലൻസസ്, ഹോർമോൺസിന് വലിയൊരു റോൾ ഉണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. അപ്പൊ ആ ഹോർമോണൽ ഇംബാലൻസ് വരുത്താൻ സാധ്യതയുള്ള ഈ പറഞ്ഞ മാതിരി ഈ പല എലിമെന്റ്സിന്റെയും കുറവോ കൂടുതലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായ വാല്യൂസോ അതിനൊക്കെ ഒരു റോൾ ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ റോൾ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. സിങ്ക് ഒബ്വിയസ്ലി ആവശ്യമായ കാര്യം. ഇത് ദേഷ്യത്തിന് ഇതുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ വൈറ്റാലിറ്റിക്ക് വേണ്ടി, ഹെൽത്തിന് വേണ്ടി, ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടി, മസിൽ ബിൽഡിങ്ങിന് വേണ്ടിയൊക്കെ സിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു എലിമെന്റ് തന്നെയാണ്. അതിന് ദേഷ്യത്തിന് ഒരു ഇതുണ്ടോയെന്ന് എനിക്ക് അത് അറിയില്ല. ബട്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്, അല്ലെ. ഇതൊക്കെയും കണക്റ്റഡ് ആണ്. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ മനസ്സിന്റെ അവസ്ഥ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ ഇത് കാരണവുമായിരിക്കാം. അത് ചെക്കപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ അതിന് വേണ്ട മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൂഡിന്റെ ഇതൊക്കെയും ചിലപ്പോൾ ശരിയാവാം. അത് സാധ്യതയുള്ളത് തന്നെയാണ് കേട്ടോ. എന്തായാലും ആ ചോദ്യത്തിന് നന്ദി. താങ്ക് യു. ഓക്കെ സാർ, ഞാനത് കണ്ടായിരുന്നു. അപ്പൊ അത് സംശയം ചോദിക്കുന്നത് നല്ലതല്ലേ? കൂടുതൽ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ എത്ര എല്ലാം കൂടുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജേണലാണോ അത്? അപ്പൊ പിന്നെ വിശ്വസിക്കാമല്ലോ. സാറിനും കൂടെ ചെക്കപ്പ് ചെയ്താൽ മതി. സിങ്കിന്റെ ലെവൽസ് ചെക്കപ്പ് ചെയ്തിട്ട് പിന്നെ നോക്കിയാൽ മതി. അത് ലെവൽസ് കുറവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ചെയ്തോളൂ. ഡയറക്റ്റ് ഇത് കഴിക്കണം. അല്ല, അതുകൊണ്ട് മാത്രമല്ല ദേഷ്യം വരുന്നത്. എന്നുവെച്ചാൽ അത് ഒരു പാർട്ടായിട്ട് സാർ പറഞ്ഞ പോലെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻസിന് അത് ബാലൻസിങ് ആയിരിക്കും ഓൾറെഡി. ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയണ്ട ഹോർമോൺസ് ഇല്ല, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ. പലതരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ, അത് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പറയണ്ട അങ്ങനെയുള്ളത്, അങ്ങനെ പല കാരണം കൊണ്ടാണല്ലോ ദേഷ്യം വരുന്നത്.
പക്ഷെ ചില ആൾക്കാർക്ക് പൊതുവെ ദേഷ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇത് ഉണ്ടാകുമ്പോ ഇതിന്റെ ഒരു അളവ് കുറവുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ആ ഒരു എന്താ പറയണ്ട ജേർണൽ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ അനുഭവമാണ് ചെയ്തത്. ഓക്കെ മിനിമൻ, താങ്ക്സ് സർ. നല്ല നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇതായിട്ട് തോന്നി, ആക്റ്റീവായിട്ട് തോന്നിയത്. ഹലോ സാറേ, ഗുഡ് മോർണിംഗ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ നമ്മൾ കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ കുറെ ചിന്തകൾ, ഈ 60,000 ചിന്തകളെ കുറെ എന്താ പറയാ, നമുക്ക് നിരീക്ഷിച്ചാൽ അത് കുറെയൊക്കെ വന്നോട്ടെ പൊക്കോട്ടെ, അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ കൂടുതലായിട്ട് ഈ സാർ പറഞ്ഞോളൂ ചെയ്യാതിരുന്നത് കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ മെഡിറ്റേഷനിലൂടെയൊക്കെ കുറച്ചൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഇങ്ങനെ ചിന്തിച്ചുകൂട്ടി നമ്മുടെ പ്രയോജനം ഇല്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മള് കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കും. കിട്ടുന്നില്ലേ? കേൾക്കുന്നില്ലേ? എനിക്ക് എന്റെ പ്രശ്നമാണോന്ന് അറിയില്ല, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ. ഈ മെഡിറ്റേഷനിലൂടെയൊക്കെ നമുക്ക് കുറെ ചിന്തകളെ നമുക്ക് വന്നോട്ടെ പൊക്കോട്ടെ ഉള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിന്റെ വഴിക്ക് വരും, അതിന്റെ വഴി പോകുന്നു, നമ്മൾ അതിന്റെ കൂട്ടി വിട്ടേക്കുക. അപ്പോഴേ അതെ, ശരിയാണ് പറഞ്ഞത്. മെഡിറ്റേഷൻ നമ്മള് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ആ ചിന്തകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാവാൻ പറ്റും. ചിന്തകളുടെ സ്വഭാവമാണ് അത് വരും പോവും, അതൊരിക്കലും പെർമനന്റ് അല്ല. അതിനെ പെർമനന്റ് ആക്കുന്നത് നമ്മളാണ്. കാരണം എത്രയോ ചിന്തകൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ചിന്തയെ പിടിക്കും, പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കും. ആലോചിക്കുന്ന പ്രക്രിയയാണ് ചിന്തിക്കുക എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് ഒന്ന് റിയലൈസ് ചെയ്യണം. മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. താങ്ക് യു കോൺട്രിബ്യൂഷന് നന്ദി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഗുഡ് മോർണിംഗ് സർ, ശ്രീജിത്ത് ഗുഡ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു ടോപ്പിക് ആയിരുന്നു, നല്ല സെഷൻ. സർ പറഞ്ഞത് എനിക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റി. സബ്ജക്റ്റീവും ഒബ്ജക്റ്റീവും അല്ലെ, പലപ്പോഴും നമ്മൾ ഫാക്ട്സ് അതിന്റെ കൂടെ നമ്മൾ അസംഷനും കൂടെ അങ്ങ് കൂട്ടുമ്പോഴാണ് അത് ഒബ്ജക്റ്റീവ് ആയിട്ട് മാറുന്നത്. പിന്നെ അതിന്റെ പുറമെയാണ്, അസംഷന്റെ പുറമെയാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. അപ്പം ഫാക്ട് അതൊന്നും ആയിരിക്കില്ല, നമ്മൾ ചിന്തിച്ചതിന്റെ 7 അയലത്ത് പോലും ഉണ്ടാവില്ല ചിലപ്പോ. അതെ, ശരിയാണ്. അപ്പൊ ഇപ്പോഴും വാക്സിനെയും അസംഷൻസിനെയും വേർതിരിക്കാൻ പറ്റിയാൽ എളുപ്പമല്ല, സാറ് പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറച്ചൊക്കെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ, ജീവിതം ഒന്ന് നമ്മുടെ റിലേഷൻസ് ഒക്കെ നന്നാക്കി, അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഇത്തരം അനാവശ്യമായിട്ടുള്ള തിങ്കിങ് ഒക്കെ കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫോക്കസ് അവിടേക്ക് പോവാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറയും. ശരിയാണ്, ടൈം കിട്ടുന്നില്ല. അതെ, പിന്നെ കുറച്ച് ലോങ് ടൈം എടുത്താലും നമ്മൾ അതിന് കുറച്ചൊരു ശ്രദ്ധയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഈ പറയുന്ന ചിന്ത വരുന്ന സമയത്ത് ഞാൻ മാറ്റുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കുറച്ച് കാലം നമ്മളത് ശരിയാക്കി എടുക്കണം. എന്തായാലും എന്നത്തെയും പോലെ തന്നെ സാർ ഇന്ന് നല്ലൊരു ടോപ്പിക് നല്ല മനോഹരമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സാർ. കമന്റ്സിലും കുറച്ച് കമന്റ്സ് വന്നിട്ട് താങ്ക് യു വെരി മച്ച്. സർ ഭയങ്കര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു കേട്ടാ. എനിക്ക് ആ സ്വർഗം നരകം എന്നുള്ള ഒരു ഇത് പറഞ്ഞത് റിലേറ്റ് ചെയ്തത് ഇഷ്ടമായി. അതായത് നമ്മളുടെ ഓവർ തിങ്കിങ്ങും നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമുക്ക് തന്നെ നരകമാണ് അല്ലെ. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കാന്നുള്ളത് നമുക്ക് സ്വർഗമാണ്. അപ്പൊ സ്വർഗവും നരകവും ഇവിടെ തന്നെ ഉണ്ട്, ഭൂമിയിൽ തന്നെ നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് മീൻസ് കുറെ നാൾ മുമ്പ് വായിച്ചിരുന്നു, മറ്റേ കാട്ടോളയുടെ ദ പവർ ഓഫ് നൗ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടല്ലോ. അത് ഞാൻ കുറച്ച് കട്ടിയാണ്, എനിക്കത് തുടക്കത്തില് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ എന്താ അവിടെ നിന്ന് അങ്ങോട്ട് വായിക്കുമ്പോ ഭയങ്കര കട്ടിയായിട്ട് തോന്നിയിട്ട് പിന്നെ ഞാൻ അത് അവിടെ എടുത്തു വെച്ചേക്കായിരുന്നു. ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് ആ ബുക്ക് വീണ്ടും വായിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അപ്പൊ അതിൽ പറയണ ആ തുടക്കം ഭാഗങ്ങളിലൊക്കെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിലുള്ള ഒരു ചിന്തകനുണ്ട്. അത് നമ്മളല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. അതായത് നമ്മൾ വേറെയാണ്, നമ്മുടെ ചിന്തകൻ വേറെയാണ്.
നമ്മളുടെ ഉള്ളിലുള്ള. അപ്പൊ ഈ ചിന്തകനെ നമ്മൾ നിരീക്ഷിക്കാനായിട്ട് നമ്മള് അതെ അതിനുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റാന്നാണ് പറയുന്നത്. അപ്പൊ കിട്ടുന്ന ആ ഒരു, അതെ അതായത് നമ്മളെ ഈ ചിന്തകൾ വരുമ്പോ, ആ ഒരു ചിന്തകൻ വേറെ ആളാണ്. ആ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുമ്പോ, അതിനെ നിരീക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നുമ്പോ ആ ചിന്തകൾ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണെന്നാണ്. അതെ പിന്നീട് അവിടെ നിന്നുള്ള കുറെ ചിന്തകൾക്കൊരു തടസ്സം വരണം നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോ. അപ്പൊ അതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ബുക്കിൽ പറയണത്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സാന്നിധ്യം തിരിച്ചറിയാനും ശാന്തിയും സമാധാനമൊക്കെ അനുഭവിക്കാൻ പറ്റാന്നുള്ളതാണ്. അതിലിപ്പോ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ് തുടക്കം ഭാഗത്ത് പറയുന്നത്. ഞാൻ പിന്നെ കുറെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അതായത് ഫസ്റ്റ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാന്നുള്ളത്. പിന്നെ നമ്മള് എന്താണ് പ്രസന്റ് മൊമെന്റിൽ, അതായത് ഈ നിമിഷത്തിൽ മൈൻഡ്ഫുൾനെസ്, ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് ബുക്കിൽ. അതെ അതായത് നമ്മൾ ചെയ്യുന്ന ഒരു നിസ്സാര കാര്യങ്ങളായാലും അത് മൈൻഡ്ഫുൾ ആയിട്ട്, ഇപ്പൊ ഒരു പാത്രം കഴുകുന്നത് കിച്ചണിൽ, അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കൂടുതൽ മൈൻഡ്ഫുൾ ആവാൻ നോക്കുക. അപ്പൊ നമ്മുടെ തോട്ട്സുകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതെ നമ്മൾ ഈ ചിന്തകൾ വരുമ്പോ നമ്മൾ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾക്ക് അത് വേണം എന്ന് വെച്ചിട്ട് നമ്മൾ അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓവർ തിങ്കിങ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സാറ് അതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതെ മൈൻഡ്ഫുൾനെസ്, ചിന്തകളെ നിരീക്ഷിക്കുക, ഈ സാധനങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും താങ്ക് യു നല്ലൊരു താങ്ക് സെഷൻ യു ആയിരുന്നു കേട്ടോ. ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം എല്ലാവർക്കും ഉണ്ടാവും ഓവർ തിങ്കിങ്ങും, എത്ര നമ്മൾ ഇതാക്കിയാലും ഉണ്ടാവും. അപ്പൊ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതെ സർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു ഓൾ. സാർ